ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BBA സെമസ്റ്റർ 4-ലെ ഓൺട്രപ്രണർഷിപ്പ് എന്ന ടെക്സ്റ്റാണ് കേട്ടോ. അതിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഓൺട്രപ്രണർ. എന്താണ് ഓൺട്രപ്രണർ എന്ന് വെച്ചാൽ ഇതിൽ കുറേ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇവാലുവേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവാലുവേഷൻ ചോദിക്കാൻ സാധ്യതയില്ല. എന്തായാലും ഏത് വേർഡിൽ നിന്നാണ് ഡെറൈവ് ആയതെന്നുള്ളത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ ഇതിൽ FH നൈറ്റിൻ്റെ ഒരു ഡെഫിനേഷനാണ് പഠിക്കാൻ എളുപ്പമുള്ള ഡെഫിനേഷൻ. ഓൺട്രപ്രണർ ഈസ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹു ബിയേഴ്സ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അതായത് ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആവാം. ആരാണോ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത് അയാളെയാണ് എന്തെന്ന് പറയുന്നത്, ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഇതിൽ കുറേ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണോ ബൈ ഹാർട്ടായിട്ടിരിക്കുന്നത് അത് നോക്കിയാൽ മതി. ദെൻ അതിൻ്റെ കൺസെപ്റ്റ് പറയുന്നത് 4 എലമെൻറ്റ്സാണ് കൺസെപ്റ്റിൽ പറയുന്നത് കേട്ടോ. ഒന്ന് ഓർഗനൈസിങ്, റിസ്ക് ബിയറിങ്, വിഷൻ ആൻഡ് ഇന്നോവേറ്റിങ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓൺട്രപ്രണറിൻ്റെ 12 പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം പേഴ്സൺ, പ്രോസസ്, വിഷ്വലൈസർ, വിഷൻ, അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. സോ അത് പഠിക്കാം. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay ക്വസ്റ്റ്യനാണ് ബാരിയേഴ്സ് ടു ഓൺട്രപ്രണർഷിപ്പ്. എന്താണ് ബാരിയേഴ്സ്, ഓൺട്രപ്രണർഷിപ്പിലേക്കുള്ള ബാരിയേഴ്സ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ദെൻ ഓൺട്രപ്രണർ ആൻഡ് മാനേജർ, അവർ തമ്മിലുള്ളൊരു കമ്പാരിസൺ, അത് മസ്റ്റാണ്. ദെൻ ഓൺട്രപ്രണേഴ്സ് ആൻഡ് ഇൻട്രപ്രണേഴ്സ്, അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അവരാരൊക്കെയാണെന്നുള്ളത്. പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒരു ഓൺട്രപ്രണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോർഷനിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് വേണം ഒരു ഓൺട്രപ്രണറിന്? അയാളൊരു ഹാർഡ് വർക്കർ ആയിരിക്കണം, ഡിസയർ ഫോർ ഹൈ അച്ചീവ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഒപ്റ്റിമിസം ഉണ്ടായിരിക്കുന്ന ആളായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ഫോർസൈറ്റ് ഉണ്ടായിരിക്കണം, ഓർഗനൈസിങ് എബിലിറ്റി ഉണ്ടായിരിക്കണം, ഇന്നോവേറ്റീവ് സ്കില്ല് ഉണ്ടായിരിക്കണം, മെൻ്റൽ എബിലിറ്റി ഉണ്ടായിരിക്കണം, എബിലിറ്റി ടു ഗാർഡ് ബിസിനസ് സീക്രറ്റ്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ് ആൻഡ് റിസ്ക് ബിയറിംഗ്. സോ അത് 12 പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു essay ക്വസ്റ്റ്യനാണ്. 15 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓൾറെഡി നമ്മൾ ഫങ്ഷൻസ് എലമെൻറ്റ്സ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു റിസ്ക് ബിയറിങ്, ഇന്നോവേഷൻസ് ഒക്കെ. അത് തന്നെയാണ് അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രണറും. സോ എന്താണ് റിസ്ക് ബിയറിങ്, എന്താണ് ഇന്നോവേഷൻസ് എന്നൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ്. ഓൺട്രപ്രണേഴ്സിനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അത് പഠിച്ചു വെക്കുക. ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ്, അഡോപ്റ്റീവ് ഓൺട്രപ്രണേഴ്സ്, ഫെബിയൻ ഓൺട്രപ്രണേഴ്സ് ആൻഡ് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും ഇവരാരൊക്കെയാണെന്ന് ചോദിക്കും. അതല്ലാണ്ട് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ പഠിച്ചു വെക്കാൻ എളുപ്പത്തിന് IAFD എന്ന് പഠിച്ചു വെക്കുക. IAFD എന്താണ്? I എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ഇന്നോവേറ്റീവ് ഓൺട്രപ്രണർ, ആൻഡ് A അഡോപ്റ്റീവ് ഓൺട്രപ്രണേഴ്സ്, ആൻഡ് F ഫെബിയൻ ഓൺട്രപ്രണേഴ്സ് ആൻഡ് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്. പഠിക്കാൻ എളുപ്പത്തിന് നിങ്ങൾ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് വേർഡ് കൂട്ടിയിട്ട് ഒരു വാക്ക് ക്രിയേറ്റ് ചെയ്യുക. ആ വാക്ക് പഠിച്ചു വെക്കുക. എക്സാം ടൈമിൽ നമുക്ക് ഓർത്ത് എഴുതാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പ്രകാരം ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് എത്രയുണ്ടെന്ന്, അതും ഒരു 7 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ്, 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേഴ്സ് on the basis of type of business, on the basis of use of technology, on the basis of motivation, on the basis of growth, on the basis of stages of development, and on the basis of scale of operations. So ഇത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, പഠിക്കുക. ദെൻ ഓൺട്രപ്രണറൽ ട്രേറ്റ്സ്, ക്വാളിറ്റീസ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ഒരു ഓൺട്രപ്രണറിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? അയാൾക്ക് നോളജ് ഉണ്ടായിരിക്കണം, സ്കില്ല് ഉണ്ടായിരിക്കണം, മോട്ടീവ് ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മൾ നോർമലി ചിന്തിച്ച് നമുക്ക് ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മനസ്സിലിരിക്കുന്നവർ അങ്ങനെ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുക, അങ്ങനെ പഠിച്ചാൽ മതി. നെക്സ്റ്റ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അതായത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ എങ്ങനെയാണ് ഓൺട്രപ്രണേഴ്സിൻ്റെ റോള്. ഓക്കെ, അത് ഒരു essay ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ അവർ നേരിടുന്ന കുറച്ച് പ്രോബ്ലംസ്, ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. lack of sufficient capital, lack of skilled labor,
ആബ്സെൻസ് ഓഫ് മിനിമം ആൻഡ് എക്കണോമിക് സോഷ്യൽ ഓവർഹെഡ്, ലാക്ക് ഓഫ് പ്രോപ്പർ മാർക്കറ്റ് ആൻഡ് ആബ്സെൻസ് ഓഫ് വെൽ ഡെവലപ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ അത് പഠിച്ചു വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഓൺട്രപ്രണറൽ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യും. അത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ലെജിറ്റ്മസി ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, ദെൻ സോഷ്യൽ മൊബിലിറ്റി ആൻഡ് സോഷ്യൽ മാർജിനലിറ്റി, സെക്യൂരിറ്റി, കൾച്ചറൽ ഫാക്ടേഴ്സ്, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. ഇത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അത് പഠിക്കാം. ഓക്കെ, അതിലിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ടിൽ എന്താണ് ഓൺട്രപ്രണർ, എന്താണ് ഓൺട്രപ്രണർഷിപ്പ്, ദെൻ എൻട്രപ്രണർ, ഇന്നോവേറ്റീവ് ഓൺട്രപ്രണർ ആൻഡ് ഇമിറ്റേറ്റീവ്, എന്താണ് ഡ്രോൺ ഓൺട്രപ്രണർ, എന്താണ് ഫെബിയൻ ആൻഡ് ഇൻഹെറിറ്റഡ് ഓൺട്രപ്രണർ. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ഷോർട്ട് എസ്സേയിൽ വരുന്നതാണ് ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രണർ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് എൻട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർ ആൻഡ് മാനേജർ. ഓക്കെ, ദെൻ എലമെൻറ്റ്സ് ഓഫ് ഓൺട്രപ്രണറൽ കൺസെപ്റ്റ് ആൻഡ് ഏജൻസ് ഓഫ് ഓൺട്രപ്രണേഴ്സ്. ഇത് ഷോർട്ട് എസ്സേയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ലോങ് എസ്സേയിൽ വരുന്നതാണ് ഡിസ്കസ് ദ ട്രൈറ്റ്സ് ഓഫ് സക്സസ്ഫുൾ ഓൺട്രപ്രണർ, ദെൻ ആരാണ് ഓൺട്രപ്രണർ, അതിൻ്റെ ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ്, ദെൻ ക്യാരക്ടറിസ്റ്റിക്, ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഓൺട്രപ്രണറിയൽ ഗ്രോത്ത്. ഇതാണ് സി പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ 2 വുമൺ ഓൺട്രപ്രണേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ് ആട്ടോ. കാരണം നമ്മൾ ഇതിൽ വുമൺസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണല്ലോ. സോ അതുപോലെ തന്നെ ഈ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എസ്സേ വരുന്ന ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ 2 വുമൺ ഓൺട്രപ്രണേഴ്സ്. അതിൻ്റെ മീനിങ്, കൺസെപ്റ്റ്, ഡെഫിനിഷൻ ഓഫ് വുമൺ ഓൺട്രപ്രണേഴ്സ് പഠിക്കുക. ദെൻ ഫങ്ഷൻസും പഠിക്കാം. പിന്നെ ഈ വുമൺ ഓൺട്രപ്രണേഴ്സ് നേരിടുന്ന പ്രോബ്ലംസ് ഉണ്ടല്ലോ, ആ പ്രോബ്ലംസ് എസ്സേ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് വേണേലും എഴുതാം, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ പഠിച്ചിട്ട് വേണേലും നമുക്ക് എഴുതാം. ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അവർ നേരിടുന്ന ഒരുപാട് പ്രോബ്ലംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതല്ലാണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ തന്നെ 12 പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ട്. സോ അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിൽ ആകെ 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ ഒരു ചെറിയൊരു പോർഷനാണത്. പിന്നെ അവർ നേരിടുന്ന പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസും ആണ്. സോ അത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുക. പിന്നെ അതിൽ ഷോർട്ട് എസ്സേ വരുന്നതാണ് വുമൺ ഓൺട്രപ്രണേഴ്സ് എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് അവർ എഫക്റ്റ് ചെയ്യുന്നു, ദെൻ ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് വുമൺ ഓൺട്രപ്രണർ. ദെൻ അതിൽ തന്നെ ലോങ് എസ്സേയിൽ വരുന്നതാണ് അവർ എന്താണ് വുമൺ ഓൺട്രപ്രണേഴ്സ്, അവർക്ക് എന്തൊക്കെ സജഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും, അവരുടെ പ്രോബ്ലംസ് എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ എഴുതുക. അതാണ് ആ പോർഷനിൽ നിന്ന് വരുന്ന എസ്സേ ക്വസ്റ്റ്യൻ. ദെൻ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 3 ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഈ ഓൺട്രപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാംസിൻ്റെ ചാപ്റ്റേഴ്സാണിത്. അതിൻ്റെ മീനിങ് പഠിക്കുക, എന്തിനാണ് ഈ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്താക്കുന്നത് എന്നുള്ളത് പഠിക്കുക, എന്താണ് ഇതുങ്ങളുടെ ലക്ഷ്യം, ഏതൊക്കെ തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഷോർട്ട് ടൈം ഉണ്ട്, ലോങ് ടൈം ഉണ്ട്, അത് പഠിക്കുക. ആൻഡ് അതർ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക. പിന്നെ ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പോയിൻ്റ് എല്ലാ സൈക്കിൾ പോലെ തന്നെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നീഡ് ഓഫ് EDP, നമുക്ക് ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ആവശ്യകത ഉണ്ടോ, എന്തിനാണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തെന്നാണ് പഠിക്കുക. നെക്സ്റ്റ് അതിൻ്റെ ഫേസസ് ഓഫ് EDP, അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, എസ്സേ മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ദെൻ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് EDP, ഇതിലെല്ലാം ഒരുപാട് പോയിൻറ്റ്സ് ആണ് വരുന്നത്. 14 പോയിൻറ്റ്സ്, 15 പോയിൻറ്റ്സ്, 12 പോയിൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ബൈ ഹാർട്ട് ചെയ്യാൻ പാടായിരിക്കും. എന്നാലും നിങ്ങൾ ഒരു വരിയോ അല്ലെങ്കിൽ ഒരു വേർഡെങ്കിലും പഠിച്ചു വെക്കുക. ഒരു വേർഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് തന്നെയാണെങ്കിലും എഴുതാൻ പറ്റും. സോ അതനുസരിച്ച് പഠിക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ് ഫുൾ ഫോം എഴുതാൻ വേണ്ടിയിട്ട്. എന്താണ് NISBED, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഇയേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ എന്താണ് EDII, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, എന്താണ് 6, അതായത് സ്കേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സർവീസസ്. ദെൻ എന്താണ് CYSECs, കൽക്കട്ട വൈസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, TDA ട്രേഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, SISI സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദെൻ SIDO സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ.
CED സെൻറ്റർ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, MBCO മധ്യപ്രദേശ് കൺസൾട്ടൻസി ഓർഗനൈസേഷൻ, ഡിക്സ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ്, അതിൽ തന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സും വരുന്നുണ്ട്. സോ അത് 14 പോയിൻ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു essay question ആണ്, മസ്റ്റായിട്ടും പഠിക്കാം. അതിൽ വരുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് എന്താണ് EDP, അതിൻ്റെ നീഡ് ഓഫ് EDP, ദെൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് EDP, എന്താണ് CC, എന്താണ് ED, അത് പഠിക്കുക. ദെൻ ഷോർട്ട് എസ്സേയിൽ വരുന്നതും EDPനെ കുറിച്ച് തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞ പ്രോഗ്രാംസിൻ്റെ ഒരു ഷോർട്ട് എസ്സേ ചോദിക്കും, എല്ലാത്തിൻ്റെയും ഷോർട്ട് എസ്സേ പഠിച്ചു വെക്കുക. ലോങ് എസ്സേയിൽ വരുന്നതാണ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്നത് EDP. ദെൻ എക്സ്പ്ലെയിൻസ് സ്പെഷ്യൽ ഏജൻസീസ് എൻഗേജ്ഡ് ഇൻ ഓൺട്രപ്രണേഴ്സ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഇൻ ഇന്ത്യ, അത് ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുക. ദെൻ ഡിഫൈൻ EDP, എക്സ്പ്ലെയിൻ കണ്ടൻറ് ആൻഡ് കരിക്കുലം ആൻഡ് ഫേസസ് ഓഫ് EDP പഠിച്ചു വെക്കുക. അതാണ് എസ്സേ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ദെൻ മൊഡ്യൂൾ 3 എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ അനാലിസിസസ് എന്താണ്? അതിൽ തന്നെ എക്കണോമിക് എൻവയോൺമെൻറ്റ് വരുന്നുണ്ട്, സോഷ്യൽ എൻവയോൺമെൻറ്റ് വരുന്നുണ്ട്, പഠിച്ചു വെക്കുക. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ഈ ഒരു ചാപ്റ്റർ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കണ്ടെന്നല്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. കാരണം ഇതിൽ അങ്ങനെ റെയറായിട്ടേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ദെൻ ഏതൊക്കെ തരത്തിലുള്ള ലോൺ ഉണ്ട്, സോഴ്സസ് ഓഫ് ഷോർട്ട് ടൈം ലോൺസ്, അതിൻ്റെ സോഴ്സസ് ഒരു ഡയഗ്രാം പോലെ അതിൽ കൊടുത്തിട്ടുണ്ട്, ആ ഡയഗ്രാം പഠിച്ചു വെക്കുക. ദെൻ എന്താണ് ബ്രിഡ്ജ് ഫിനാൻസിങ് എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലാണ് ചോദിക്കാറുള്ളത്. പിന്നെ എന്താണ് പ്രോജക്റ്റ്, അതിനൊക്കെയെല്ലാം ഒരു ചെറിയ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ കുറേ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ദെൻ എന്താണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഫേസസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്, കാരണം ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. സോ ഡയഗ്രാം പഠിച്ചു വെക്കുക. അതിൽ എ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ, എന്താണ് ബ്രിഡ്ജ് ഫിനാൻസിങ്, എന്താണ് പ്രോജക്റ്റ്, ഫാക്ടറിങ് എന്താണ്, സോഷ്യൽ മൊബിലിറ്റി എന്താണ്. ദെൻ എസ്സേ ക്വസ്റ്റ്യനിൽ വരുന്നത് ഷോർട്ട് നോട്ട് ഓൺ ബ്രിഡ്ജ് ഫിനാൻസിങ്, ദെൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രോജക്റ്റ്, ദെൻ ഫേസസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. പിന്നെ ലോങ് എസ്സേയിൽ വരുന്നതാണ് എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് ഡിഫൈൻ പ്രോജക്റ്റ്. എല്ലാത്തിലും കണ്ടോ പ്രോജക്റ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സോ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രോജക്റ്റ്. സോ പ്രോജക്റ്റ് 8 മാർക്കിലും 15 മാർക്കിലും 2 മാർക്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. അതിൽ തന്നെ ചാപ്റ്റർ 5-ലുള്ളതാണ് പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. അത് പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്, അത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പഠിക്കുക. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. പിന്നെ മാഗസിൻസ് എന്താണ് ബുള്ളറ്റിൻസ്, ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ് കേട്ടോ. അതിൽ എ പാർട്ടിൽ വരുന്ന ഷോർട്ട് ആൻസറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ് പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, എന്താണ് പ്രോജക്റ്റ് സെലക്ഷൻ. ദെൻ എസ്സേ ക്വസ്റ്റ്യനിൽ വരുന്നതാണ് എന്താണ് സോഴ്സസ് ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രോജക്റ്റ് ആസ്പെക്റ്റ്, ആൻഡ് എന്താണ് പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ. ലോങ് എസ്സേയിൽ വരുന്നതാണ് ഡിഫൈൻ പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്താണോ ആ ഹെഡിങ്ങിനെ കുറിച്ച് ഒരു എസ്സേ പഠിച്ചു വെക്കുക. ആ ഹെഡിങ് തന്നെ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും, നമ്മുടെ ചാപ്റ്റർ ഹെഡിങ് തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. സോ അതെന്താണെന്ന് പഠിച്ചിരിക്കുക. ദെൻ മൊഡ്യൂൾ 4 ആണ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസസ്. എന്താണ് സ്മോൾ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ഫുഡ്, വെൽനെസ് ഓഫ് ബ്യൂട്ടി, ഫിനാൻസ്, ക്ലീനിങ് സൊല്യൂഷൻ, ഹെൽത്ത് കെയർ, അതിനൊക്കെ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ചൈൽഡ് കെയർ, തന്നെ അത് പഠിക്കുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടിങ് സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസസ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഉള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് തന്നെയുണ്ട്. സിഡോ, എഡി, ദെൻ നൈസ്ബഡ്, ഓക്കെ. അപ്പോൾ അത് ഒരു തവണ പഠിച്ചിട്ടുണ്ട്. ഈ 2 ചാപ്റ്ററിലും യൂസ്ഫുൾ ആവും. ഇതിൽ ചോദിക്കാനുള്ള ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആകെ 4 എണ്ണം ഉള്ളൂ. എന്താണ് EDII, എന്തായി സിഡോ, NISBD, SIC, ഇതിൻ്റെയൊക്കെ ചെറിയ നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. എന്നാൽ ലോങ് എസ്സേ ആയിട്ട് ചോദിക്കുന്നത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത്, അത് മാത്രമാണ് ആ ചാപ്റ്റേഴ്സിലുള്ളൂ. നെക്സ്റ്റ് ആണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. എന്തൊക്കെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണുള്ളത് എന്നുള്ള ഒരു ചെറിയ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, എളുപ്പമുള്ള ഡെഫിനിഷൻ പഠിക്കുക. ദെൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്,
ദെൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അതിൽ. പിന്നെ രജിസ്ട്രേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി യൂണിറ്റ്, അതെങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ പ്രോബ്ലംസ് ഓഫ് സ്മോൾ സ്കെയിൽ യൂണിറ്റ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ തവണ ചോദിച്ചാണ് സ്മോൾ സ്കെയിലിൽ നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ 11 പോയിൻ്റ് ഉണ്ട്. സോ അതൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 5 ആണ് പ്രോജക്റ്റ് ഫോർമുലേഷൻ. ദെൻ അതിൻ്റെ മീനിങ് ആൻഡ് കൺസെപ്റ്റ്, ദെൻ പ്രോജക്റ്റ് ഫോർമുലേഷൻ ചെയ്യുന്നതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എലമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എലമെൻറ്റ്സ് പഠിക്കുക. സിഗ്നിഫിക്കൻസ് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി, ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ മീനിങ് പഠിക്കുക. ദെൻ കണ്ടൻസ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഏതൊക്കെ കണ്ടൻറ്റാണ് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉള്ളത്, അത് പോയിൻറ്റ്സ് ഒരുപാടുണ്ട് കേട്ടോ, അത് പഠിക്കുക. ഒന്നെങ്കിൽ അത് എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസായിട്ടും ചോദിക്കാം. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ളത്. അതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലായിട്ട് എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താണ് പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഷോർട്ട് എസ്സേയിൽ വരുന്നതാണ് സ്കോപ്പ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്, ഇമ്പോർട്ടൻസ് ആൻഡ് പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ. ദെൻ ലോങ് എസ്സേയിൽ വരുന്നതാണ് എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട്, അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ഗൈഡ് ലൈൻസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ റിഗാർഡിംഗ് ഫോർമുലേഷൻ ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്. സോ ഇതിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താണെന്ന് പഠിക്കുക. അത് 3 പോർഷൻസിലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഈ ടെക്സ്റ്റിൽ തന്നെ വുമൺ ഓൺട്രപ്രണേഴ്സാണ് എസ് എ പ്രതീക്ഷിക്കാവുന്ന, ഏറ്റവും കൂടുതൽ എസ് എ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ ആ ഒരു പോർഷൻ മാത്രം അവോയ്ഡ് ചെയ്യാണ്ട് പഠിക്കുക. സോ താങ്ക് യു.